രാത്രി കൊച്ചിയുടെ നഗരഹൃദയത്തിലൂടെയുള്ള ഒരു യാത്രയാണ്. എന്തിനാണെന്നറിയാമോ കൊച്ചിയിലെ രാത്രി ഇങ്ങനെ നടക്കുന്നത് വെച്ചാൽ, ഇവിടെ നമ്മുടെ IMA ഹാളിൽ ഭീഷ്മർ സിനിമയുടെ ഓഡിയോ റിലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ PR നമ്മുടെ വേണ്ടപ്പെട്ട പേരാണ്, ആരാണ് നമ്മുടെ പ്രതീഷ് ശേഖർ, പുള്ളിയാണ് അതിൻ്റെ PR. അപ്പോൾ അതിൻ്റെ ഓഡിയോ ലോഞ്ചിന് ക്ഷണിച്ചപ്പോൾ വന്നു. അപ്പോൾ ഇങ്ങനെ വഴിനീളെ രാത്രി എറണാകുളത്ത് കൂടെ നടക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് വ്ലോഗ് അടിക്കാനുള്ള ശ്രമമായിരുന്നു. അതാണ് ഈ പരിപാടി. Please stand away from the doors. Next station, Maharaja. അപ്പോൾ കൊച്ചിയുടെ രാത്രികളൊന്ന് കണ്ടാലോ. നമ്മൾ മെട്രോയിൽ നിന്ന് ഇറങ്ങി നേരെ എങ്ങോട്ടാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം, സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോൾ അങ്ങനെ നമുക്ക് കൊച്ചിയിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോകാം. കൊച്ചി മെട്രോ സിറ്റിയിലെ രാത്രി കാഴ്ച. ഇപ്പോൾ മണി 9:50. ഒരപ്പച്ചൻ ഇങ്ങനെ അത് സ്റ്റൈലായിട്ട് ഉറങ്ങണമുണ്ട്, സുഖമായി ഉറങ്ങുന്നു. അപ്പച്ചൻ എന്നല്ല, ഇതേ ഇഷ്ടംപോലെ ആൾക്കാരിങ്ങനെ ഇതാ മെട്രോയുടെ അടിയിൽ ഇങ്ങനെ വിശാലമായിട്ട് സ്വസ്ഥമായിട്ട് ഉറങ്ങുന്നു. അപ്പോൾ നമ്മുടെ ഒരു പട്ടിച്ചേട്ടനുണ്ട് അവിടെ, പുള്ളിയും ചെറിയ ജോലി തിരക്കിലാണ്. അപ്പോൾ ഇങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ട് പോവാം. കൊച്ചിയുടെ രാത്രി കാഴ്ചകൾ. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഇഷ്ടംപോലെ ഇങ്ങനെ സൈക്കിൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സൈക്കിൾ ചവിട്ടുന്നവർക്ക് ധൈര്യമായിട്ട് ചവിട്ടാം. ഇതാ സുഖമായി ഉറങ്ങുന്ന ദമ്പതികൾ. ഈ കട പൂട്ടി, അടുത്തതാണ്ട് നമ്മുടെ അത്തറുകട. അപ്പോൾ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, അത് കയറി കഴിഞ്ഞാൽ സൗത്ത് റെയിൽവേ സ്റ്റേഷനായി. സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ പോയി, സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ വലത് സൈഡിൽ പോയി കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ ഇഷ്ടംപോലെ കടകളുണ്ട്. അപ്പോൾ കൊച്ചിയിലെ രാത്രി കാഴ്ചകൾ സൂപ്പറായിട്ടുണ്ടല്ലേ. ഇതെന്നതാണ്, വെളിച്ചെണ്ണയാണല്ലേ. കേര വെളിച്ചെണ്ണ. കൊള്ളാം.
കേരള ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്റർ തുറന്നിട്ടൊക്കെ ഉണ്ട്. അതാവുണ്ടോ നോക്കാം ജസ്റ്റ്. ആളുണ്ട്. പുള്ളി അവിടെ ഇരിക്കുകയാണ്, കുഴപ്പമില്ല. എല്ലാ സ്റ്റോപ്പുകളിലും എന്നതുപോലെ എല്ലായിടത്തും തന്നെ ഇവിടെയും നമ്മുടെ ലോട്ടറി കടയുണ്ട് അല്ലേ. ലോട്ടറിയും തട്ടുകടയും ഇല്ലാത്ത കേരളത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷൻ, എറണാകുളം ജംഗ്ഷൻ എന്താ പറയുന്നത്, സൗത്ത് എന്ന് പറയുന്നത് എറണാകുളം ജംഗ്ഷനെയാണ് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുക. പോയില്ല, അഭ്യാസവും വേണ്ട. നമുക്ക് നോക്കാം. കല്യാണത്തിന് കൊണ്ടുപോകണല്ല, നിങ്ങൾ നമ്മുടെ സ്റ്റേറ്റ് പിന്നെ എന്തിനാണ് സ്റ്റേറ്റ് പ്രസിഡന്റുള്ള ആൾക്കാരുടെ അഭ്യാസം ഇറക്കി കേട്ടാ. നമുക്ക് നോക്കാം, ഇവിടെ കൊണ്ട് തീരുമോ നോക്കാം. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ട് അവിടെ നിൽക്കുക, പറയട്ടെ. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ട് പ്രതിഷേധത്തിലുള്ള ട്രെയിൻ വന്ന് ട്രെയിനിന്റെ അടുത്തോട്ട് പോലും പോകാത്ത നമ്മളടുത്ത് നമ്മൾ നടക്കല്ലേ. എനിക്ക് തോന്നുമ്പോ കയറും കേട്ടാ. തള്ളിന്ന് കയറാ നോക്കാം, കയറാന്നില്ല. വീട് വീട് എനിക്ക് കേറും കേട്ടാ. അഭ്യാസവും വേണ്ട, നമുക്ക് നോക്കാം കേട്ടാ.
പോലീസും അതോടൊപ്പം തന്നെ റെയിൽവേ പോലീസും തടയുകയായിരുന്നു. പിന്നീട് അവർ അവിടെ അതായത് പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് പ്രതിഷേധിച്ചു. പിന്നീട് രീതിയിൽ പ്രതിഷേധം ഉയർന്നപ്പോൾ അവിടെ നിന്ന് പോലീസും റെയിൽവേ പോലീസും ഇവരെ അറസ്റ്റ് ചെയ്ത് അവരെ ഇവിടെ നിന്ന് പൂർണ്ണമായും അറസ്റ്റ് ചെയ്ത് അപ്പോൾ കൊച്ചി റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ യൂത്ത് കോൺഗ്രസ് നേതാവിനെ അറസ്റ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ സമരം കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങി ഇവിടെ നമ്മൾ വലത്തോട്ട് പോകണം. ഇടത്തോട്ട് പോയാൽ ഇടത്തോട്ടല്ല, നമുക്ക് വലത്തോട്ട് പോയാൽ പിന്നെ എന്താ പറയുക KSRTC സ്റ്റാൻഡിൽ പോകണമെങ്കിൽ വലത്തോട്ട് പോകണം. അപ്പോൾ നമ്മൾ വലത്തോട്ട് പിടിക്കണം. ഇടത്തോട്ട് പോയാൽ നേരെ നമ്മൾ മെയിൻ റോഡിൽ കയറും. അപ്പോൾ നമ്മൾ വലത്തോട്ട് പോയി ഉൾവഴികൾ, അതായത് കൊച്ചിയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് രാത്രി കാഴ്ചകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മളിങ്ങനെ ഊടുവഴികളിലൂടെ കൊച്ചി കണ്ടിറങ്ങുന്നത്. 1, 2, 3 അങ്ങനെ 4-മൻ. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വലത്തോട്ട് പിടിച്ച് ഇങ്ങനെ വലത്തോട്ട് നടന്നാൽ എവിടെ ചെന്ന് നോർത്തിൽ നിന്ന് നമ്മൾ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ ഒരു സബ് റോഡുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ സൗത്തിൽ നിന്ന് നേരെ പോയിട്ട് വലത്തോട്ട് തിരിഞ്ഞ് പിന്നെ വലത്തോട്ട് ഇങ്ങനെ നടന്നാൽ KSRTC സ്റ്റാൻഡിലെത്തും. അവിടെ നിന്ന് ഇടത്തോട്ട് പിടിച്ചാൽ അവിടെ എത്തും, നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തും. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുകയാണ്. രാത്രിയുടെ എറണാകുളത്തിൻ്റെ രാത്രി കാഴ്ചകളിങ്ങനെ പകർത്തി എല്ലാവരും ഇങ്ങനെ വിജനമായി വഴികൾ പോകുന്നു. അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ വന്നിട്ട് ഇവിടെ നിന്ന് വലത്തോട്ട് പിടിക്കുക, വലത്തോട്ട് നടക്കുക. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ വന്നിട്ട് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് NCS മേനോൻ റോഡിലേക്ക് നടന്നാൽ KSRTC സ്റ്റാൻഡിലേക്ക് എത്തും. അങ്ങനെയാണ്. അങ്ങനെ സെൻറ്റ് ജോസഫ് UP സ്കൂൾ ആ റോഡാണ്. ഇവിടേക്ക് ഇരുട്ടാണ്. ബംഗാളി ചേട്ടന്മാരുടെ ലീലാവിലാസങ്ങളാണ് അവിടെ നടക്കുന്നത്. എറണാകുളത്ത് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ രാത്രി കാഴ്ചയാണ്. ബസ്സൊക്കെ ഇങ്ങനെ ഒതുക്കിയിട്ടിട്ടുണ്ട് ഇവിടെ. നമ്മുടെ തമ്പാനൂർ എറണാകുളത്തിൻ്റെ രാത്രി കാഴ്ചയിലെ ബസ് സ്റ്റാൻഡാണ്. അത് നമ്മളിങ്ങനെ വന്നിട്ട് വീണ്ടും ഇടത്തോട്ട് കയറിയാൽ KSRTC സ്റ്റാൻഡായി. KSRTC ബസ് സ്റ്റാൻഡിൽ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് അവിടെ നമ്മൾ വന്ന് വീണ്ടും വലത്തോട്ട് കയറി KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് നേരെ നടക്കണം. നേരെ നടന്നു പോയാൽ KSRTC സ്റ്റാൻഡെത്തും. കള്ള് ഷോപ്പ്, വീണ്ടും അവിടെ ലേഡീസ് ഹോസ്റ്റൽ. എന്തൊരു വിരോധാഭാസമാണത്. അപ്പോൾ ഇടത്തോട്ട് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ, വലത്തോട്ടാണ് നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ്. അവിടെ നിന്ന് പോയിട്ട് കുത്തിച്ചു തരാം. ഇതേ കാണുന്നതാണ് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ. അയ്യോ, ഓരോ പടം, അടിയിലേതാ പടം. കുമരേശ്വര സുബ്രഹ്മണ്യ ക്ഷേത്രം. അപ്പോൾ നമ്മൾ കൊച്ചി KSRTC ബസ് സ്റ്റാൻഡിലെത്തി. ഓക്കെ,
അങ്ങനെ നമ്മൾ നടന്ന് എവിടെത്തി KSRTC കൊച്ചി KSRTC ബസ് സ്റ്റാൻഡിലെത്തി. പക്ഷേ നിരാശാജനകമെന്ന് പറയട്ടെ, അവിടെ കുറേ വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ അപ്രതീക്ഷിതമായി ഉണ്ടായ മഴ എല്ലാ പരിപാടികളും മാറ്റിമറിച്ചു. അപ്പോൾ മഴയായപ്പോൾ ആളുകളൊക്കെ അങ്ങ് ഒതുങ്ങി. അപ്പോൾ കൊച്ചിയുടെ രാത്രി കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനി വേറെ കാഴ്ചകളുണ്ട്. അത് അടുത്ത യാത്രയിൽ ഞാനത് നിങ്ങളെ കാണിക്കാം. ഇനി വേഗം വീണ്ടും അടുത്തൊരു ഫിലിമിൻ്റെ പ്രൊമോഷൻ വാർത്തയും പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ മഴ ചതിച്ചതുകൊണ്ട് നമ്മുടെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു യാത്രയുമായി വീണ്ടും കാണാം. അപ്പോൾ മറക്കണ്ട, കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ ഉള്ള സ്ഥിരം ഡയലോഗ് ഇപ്പോഴും ആവർത്തിക്കുന്നു. എന്നാലും പ്രിയ പ്രേക്ഷകരെ, നിങ്ങളാണ് എൻ്റെ ബലം, മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വ്ളോഗുമായി വീണ്ടും കാണാം. അതിനെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.